ഇന്നിമ്മ ഉണ്ടാക്കാൻ പോണതേ പണ്ടൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുഴലപ്പം ഉണ്ടല്ലോ കറുമുറാന്ന് നമ്മൾ തിന്നണ കറ് എന്നുണ്ടാവും അടി അവസാനം വരെ. ആ സാധനം ഉമ്മ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിച്ചു തരാൻ പോണത്. അത് നമുക്കിനി ഓണമൊക്കെ വരികയല്ലേ, നമ്മുടെ വീട്ടിൽ വിരുന്നുകാരെ ചെറിയ ചെറിയ മക്കളൊക്കെ വരും. അവർക്കൊക്കെ ഒരളുക്കിൽ ഉണ്ടാക്കി വെച്ച് കൊടുത്ത് അവരിങ്ങനെ കറുമുറ തിന്നി അവരെ സമയം കളയും, നമ്മുടെ പണി നമുക്ക് നോക്കുകയും ചെയ്യാം. അതിനി സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. ഞാൻ അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് 2 കപ്പ് അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ പത്തിരിക്കുള്ള പൊടിയാണ്. ഈ പത്തിരിപ്പൊടി നമ്മുടെ വീട്ടിലില്ലെങ്കിൽ കടയിൽ പോയിട്ട് പത്തിരിപ്പൊടി പറഞ്ഞിട്ട് ഒരു 1/2 കിലോ വാങ്ങിയാൽ മതി. അപ്പോൾ ചെറിയ കുടുംബത്തിനൊക്കെ 1/2 കിലോ പൊടി വെച്ചുണ്ടാക്കിയാൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. ആദ്യം നമുക്ക് മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. ഞാൻ അതിന് വേണ്ടി 3 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 2 കപ്പ് മാവിന് 3 കപ്പ് വെള്ളം. അതൊന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു അരപ്പ് അരച്ചെടുക്കുക. അതിന് വേണ്ടി ഒരു ജാറിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 5-6 ഇല്ലി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇനി വെള്ളം ഒന്നും ചേർക്കാതെ ഇതൊന്ന് ചതച്ച് കൊണ്ടുവരാം. ഇതേപോലെ ഒന്ന് ചതച്ചിട്ട് എടുത്തിട്ടുള്ളൂ, വല്ലാതെ അരച്ച് ചമ്മന്തി പോലെ ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ. ഇനി ഇതിനെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചില്ലേ, അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മാവിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നോക്കി ഇട്ടാൽ മതി കേട്ടോ, ഉപ്പ് കൂടണ്ട. നമുക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് പാകമായിട്ടുണ്ട് കേട്ടോ മക്കളെ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഒരു 2 മിനിറ്റ് നന്നായിട്ട് വെട്ടി തിളക്കട്ടെ. ഈ തേങ്ങയുടെയും ജീരകത്തിൻ്റെയും ഉള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇപ്പം 2 മിനിറ്റ് നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇളക്കുക. ഇനി അടുത്ത വെള്ളം കൂടി ഇട്ട് കൊടുക്കുക. ഇളക്കി നന്നായിട്ട് കിണ്ടി എടുക്കാം. നമുക്ക് ഇങ്ങനെ കിണ്ടുമ്പോൾ ചെറിയ തീ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ മാവ് അടി പിടിക്കും. ഇപ്പം മാവ് എല്ലാതും നനഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ മാവ് ഇപ്പം എല്ലാ മാവിലും വെള്ളം നനഞ്ഞ് കിണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെക്കാം. ഇതൊരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതിനൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം. ഇനി നമുക്കിതിനെ ഈ ചെറിയ ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ പത്തിരിക്ക് കുഴക്കണ പോലെ കുഴക്കണം. എത്ര നന്നായിട്ട് കുഴക്കണം അത്രയ്ക്ക് പൊള്ളച്ച് നല്ല മൊരുമൊരേനെ വരും. ഇപ്പം മാവ് നമ്മൾ കുഴച്ചതിൻ്റെ പകുതി സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സാധനം കൂടി ചേർക്കാനുണ്ട്. ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ എള്ളിട്ട് കൊടുക്കാം. ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഒരു ചെറിയ കോഴിമുട്ടേനെ നന്നായിട്ട് കലക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. വലിയ കോഴിമുട്ടയാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി കോഴിമുട്ടയും എള്ളും മാവും പാടെ നന്നായിട്ട് മിക്സായി വരട്ട്, അതുവരെ നമുക്ക് കുഴച്ച് കൊടുക്കാം. ഞാനിപ്പോൾ പകുതി കുഴച്ച് കൊടുത്തിട്ട് കോഴിമുട്ട ചേർത്തത് എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ കുറച്ച് ചൂടാറും. ഈ ചൂടോടെ നമ്മൾ കോഴിമുട്ട ഒഴിച്ച് കൊടുത്താൽ കോഴിമുട്ട അവിടെ എവിടെയൊക്കെ ചൂട് കൊണ്ട് വെന്തിട്ടുണ്ടാവും. അപ്പം നമ്മൾക്ക് കുഴലപ്പൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചൂടാറിയതിന് ശേഷം ഒഴിച്ച് കൊടുത്തത് കേട്ടോ. ഇപ്പം ഇതാ പത്തിരിക്ക് കുഴച്ച പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് മാവെടുത്ത് പരത്തിയെടുക്കണം. ഇത്തിരി ചമാവ് എടുത്താൽ മതി കേട്ടാ.
ഇനി നമുക്ക് ഈ ടേബിളിൽ കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം. ടേബിളിലോ ചപ്പാത്തി പലകയിലോ ഏതൊരു പരത്തിന് വെച്ചാൽ അതിൽ കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉരുള ഇതിലെടുത്ത് വെക്കാം. വെച്ചിട്ട് നമുക്ക് ഒന്നിങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ പതുക്കെ ഒന്ന് ഇങ്ങനെ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഇങ്ങനെ പരത്തി കനം കുറച്ചെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാളും ഒരിച്ചിരി കനം കൂട്ടിയിട്ട് പരത്തണം കേട്ടോ. ഒന്ന് തിരിച്ചിട്ട് പരത്താം. വക്ക് പൊട്ടണമെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ മക്കളെ. നമുക്കിത് മുറിച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുറിച്ചെടുക്കണം. ഈ പാത്രം വെച്ചിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. ഇപ്പുറത്തും കൂടി എനിക്ക് ഇത് 3 എണ്ണം മുറിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ എടുത്ത് മാറ്റാം. ഇതിപ്പോൾ കനം കൂടിയതുപോലെയാണ് തോന്നുന്നു കേട്ടോ. ഇനി നമുക്കിത് ഒന്നുകൂടി ലേശം പൊടി കൂടിയിട്ടിട്ട് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടി ചെറുതായിട്ട് പരത്തിയെടുക്കാം. ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ മക്കളെ. നമ്മൾ പരത്തുമ്പോൾ തന്നെ നല്ല നൈസായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഓരോന്നായിട്ട് മുറിച്ചെടുത്തിട്ട് ഒന്നുകൂടി ഇങ്ങനെ ഒന്ന് പരത്തിയാൽ മതി. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് നൈസായിട്ട് പരത്തിയെടുത്താൽ മതി. കണ്ടില്ലേ, ഇപ്പം നമ്മളെ ചപ്പാത്തിനേക്കാളും ഒരു ലേശം കട്ടി കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഈ പൈപ്പ് കൊണ്ടാണ് ഞാൻ ഉരുട്ടുന്നത്. ആദ്യം ഈ പൈപ്പിൽ ഇച്ചിരി എണ്ണ പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഈ പൈപ്പ് വെച്ചിട്ട് പൈപ്പിലേക്ക് ഇങ്ങനെ തൂക്കി വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇവിടെ ഒന്ന് ഇവിടെ അമർത്തി കൊടുക്കുക, ഒട്ടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഊരിയെടുക്കാം. എണ്ണ പുരട്ടിയാലേ ഇത് ഊരാൻ കിട്ടുള്ളേ. കണ്ടില്ലേ, ഇപ്പം നമ്മൾ കുഴലിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ഇവിടെ ഇരിക്കട്ടെ. ഇതേപോലെ നമുക്ക് എല്ലാതും ആക്കിയെടുക്കാം. ഞാനിപ്പോൾ 5-6 എണ്ണം പരത്തി കുഴലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ചുട്ടെടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മൾ ഓയിലാണ് പൊരിക്കണത്. അതിപ്പോൾ നല്ല തിളച്ച് നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, അപ്പം നമുക്ക് ഇതിൽ നമ്മുടെ കുഴലപ്പം ഇതിലിട്ട് പൊരിച്ചെടുക്കാം. ഒന്നൊന്നായിട്ട് പെറുക്കിയിടാം. ഇത് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് കറുമുറാന്ന് മൊരിഞ്ഞ് വരട്ടെ മക്കളെ. അതുവരെ നമുക്ക് കത്തിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഓയിലിൽ പൊരിച്ചെടുക്കണ എന്തിനാണെന്നറിയോ? ഇതൊക്കെ ഉണ്ടാക്കിയാൽ നമ്മൾ 1 ദിവസം 2 ദിവസം കൊണ്ടൊന്നും തിന്നു തീരില്ല. അപ്പം നമ്മൾ എന്തായാലും കുറച്ച് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഓയിൽ പൊരിച്ചാൽ കാറുമില്ല. വെളിച്ചെണ്ണയിൽ പൊരിക്കുകയാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് കാറിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഓയിലിൽ പൊരിക്കുന്നത്. ഇനി നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതേപോലെ തിരിച്ച് മറിച്ച് ഓട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോഴാണ് 2 സൈഡും നല്ല പോലെ മൊരിഞ്ഞ് വരുള്ളൂ. തിരിച്ചിടാതിരുന്നാൽ ഒരു സൈഡ് മാത്രമേ മൊരിയുള്ളൂ, മറ്റേ സൈഡ് മൊരിയൂല. അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് പതുക്കെ അങ്ങനെ ഓട്ടിച്ച് കൊടുക്കുക. ഇതിൻ്റെ വേവ് നമ്മൾ പരത്തുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ. നൈസിൽ പരത്തുകയാണെങ്കിൽ വേഗം വേവും. ഇച്ചിരി കട്ടി കൂടിയിട്ടാണ് പരത്തുകയാണെങ്കിൽ പതുക്കെ നിന്നിട്ടേ വേവുള്ളൂ കേട്ടോ. നമ്മുടെ കുഴലപ്പം മക്കളെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ കളറാവുമ്പോൾ നമുക്കിത് എടുക്കാം. ഇനി നമുക്ക് അടുത്ത റിപ്പും കൂടി ഇട്ട് കൊടുക്കാം. തീ നല്ലതുപോലെ വെക്കണം കേട്ടോ. അങ്ങനെ മക്കളെ നമ്മുടെ എല്ലാ കുഴലപ്പവും പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ മൊരായിരിക്കണം, വായിന്ന് വെള്ളം വരുന്നു. ഇനി ഇതിൽ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ നമ്മുടെ കുഴലപ്പത്തിൻ്റെ മൊരിപ്പ്. കുഴപ്പം നോക്കട്ടെ. കണ്ടില്ലേ മക്കളെ, നല്ല മൊരായിട്ടിരിക്കണം.
ഇതിലല്ലേ കുഴലാക്കാനാണ് ബുദ്ധിമുട്ട്. അതിനാണ് ഉമ്മ എളുപ്പമുള്ള പണി പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ പഴയ കാലത്തെ പലഹാരങ്ങൾ വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ചിപ്സും അതും ഇതും കഴിക്കണ പോലെ അല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫോളോ ചെയ്യാനും മറക്കരുതേ മക്കളെ.